Hello friends, welcome to the channel. 𝙑𝙑𝙧𝙧 channel. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ PAYTMന്റെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. PAYTM Postpaid അല്ലെങ്കിൽ PAYTM ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഈ പേ ലേറ്റർ എന്ന പറഞ്ഞൊരു ഓപ്ഷൻ കുറേ കണ്ടിട്ടില്ലേ, കുറേ മൊബിവിക്കിലുണ്ട് പേ ലേറ്റർ, അതുപോലെ ഫ്രീ ചാർജിലുണ്ട്, അതുപോലെ സിമ്പിൾ പേ, ലേസി പേ. നമ്മൾ രണ്ടെണ്ണത്തിനെ കുറിച്ച് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കാണേണ്ട. നമ്മുടെ മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ കിട്ടുക. അത്യാവശ്യം കുറേ പേരെ കൂടുതൽ സംശയം ചോദിച്ചാൽ നല്ല ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ലേസി പേ. അവരിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡെബിറ്റ് കാർഡ്, ATM കാർഡ് പോലെ നമുക്ക് ഈ ലിമിറ്റ് ഉപയോഗിക്കാം, പുറത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് മറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ പോയി കാണേണ്ട, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇപ്പോൾ ഫീച്ചർ നമ്മുടെ PAYTMൽ ഓപ്പൺ ആണ്. നമുക്ക് അതിൽ നമ്മുടെ KYC കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം മാത്രമേ ഉള്ളൂ. നമുക്കൊരു ലിമിറ്റ് കിട്ടും. എനിക്ക് കിട്ടിക്കുന്നത് ഞാനിപ്പോൾ റീസെൻ്റ് ആക്ടിവിറ്റി ചെയ്തതാണ്, ഒരു 5,000 എമൗണ്ടാണ് കിട്ടിക്കുന്നത്. നമുക്ക് റീചാർജ് ചെയ്യാനും അതുപോലെ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ആപ്പിൽ ഉപയോഗിക്കാം, കുറേ ആപ്പിൽ നമുക്ക് എല്ലാത്തിലും മോസ്റ്റ്ലി ആപ്പിൽ നമുക്ക് PAYTM ഉണ്ടല്ലോ. PAYTM പേയ്മെൻറ്റ് നമുക്ക് ഈ PAYTM Postpaidൻ്റെ ലിമിറ്റ് ഉപയോഗിച്ച് ഉപയോഗിക്കാം. നമുക്ക് വാലറ്റിൽ പൈസ ഉണ്ട് ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ PAYTMൽ തന്നെ ഇഷ്ടം പോലെ ഫീച്ചർ ഉണ്ടല്ലോ, റീചാർജ്, അതുപോലെ നമുക്ക് നമ്മുടെ BSNL ബില്ലടയ്ക്കാം, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ബില്ലടയ്ക്കാം, അങ്ങനെ കുറേ ഫീച്ചർ ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാം. ഇതൊക്കെ നമുക്ക് അതിലുണ്ടല്ലോ. നമുക്കിത് കൂടെ നമുക്കിത് പോസ്റ്റ്പെയ്ഡ് ഫീച്ചർ ക്രെഡിറ്റ് ലിമിറ്റ് വെച്ച് അടയ്ക്കാൻ പറ്റും. പിന്നെ നമുക്കിത് റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 15 days to 20 days കഴിഞ്ഞിട്ട് അടച്ചാൽ മതി. ആക്ച്വലി ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ അത്ര ലിമിറ്റ് ഒരു എക്സ്റ്റെൻഡ് വരുന്നില്ല. ഒരു കാരണം നമുക്കൊരു 50 days കഴിഞ്ഞ് അടച്ചാൽ മതി, അത്രയ്ക്ക് വരുന്നില്ല എന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഒരു എന്താ പറയുക ഫിസിക്കലായിട്ട് ഒരു കാർഡും ഇല്ല, അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓരോ ഓൺലൈൻ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് അതിന് മുമ്പ് നമുക്ക് ചാനൽ പുതിയ ഒന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക. 4 വീഡിയോസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, ഫുള്ള് കാണുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റ് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിത് കറക്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ സ്ക്രീനിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ കയറിയിട്ട് നമ്മുടെ PAYTM ഓപ്പൺ ചെയ്യാം. PAYTM ആപ്പ് ഇവിടെ PAYTM ആപ്പ് ചെയ്യാം, നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫിംഗർ പ്രിൻ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹോം പേജ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹോം പേജ് ഇപ്പോൾ ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ആക്ച്വലി. നമുക്കിപ്പോൾ എവിടെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. നമുക്ക് PAYTM ക്രെഡിറ്റ് കാർഡ്, PAYTM Postpaid കണ്ടോ, ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലാണ് വരിക PAYTM Postpaid. അപ്പോൾ ഈ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത കാരണം നമുക്കിപ്പോൾ ഉണ്ട് സ്പെൻഡ് ലിമിറ്റ് 5,000 വന്നിട്ടുണ്ട്. ആക്ച്വലി വേറെ ഒന്നുമില്ല, നമുക്ക് KYC ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. നമ്മുടെ ആധാർ കാർഡും OTP പാൻ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് KYC ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ലിമിറ്റ് തരും, അത്രയേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് പോസ്റ്റ്പെയ്ഡ് നമുക്കിപ്പോൾ നമ്മൾ യൂസ് പോസ്റ്റ്പെയ്ഡ് ടു ഷോപ്പ് ഓൺ ഫ്ലിപ്കാർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പേയ്മെൻറ്റ് വേണ്ടി നമുക്കിതിപ്പോൾ ഫ്ലിപ്കാർട്ടിലും യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, എവിടേക്ക് വേറെ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ക്രോമ ഇൻസ്റ്റോറിൽ ഉപയോഗിക്കാം, ക്രോമയിൽ, മോറിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്കാൻ ആൻഡ് പേ ഒക്കെ ഉപയോഗിക്കാം, മോറിൽ ഉപയോഗിക്കാം, ബാറ്റയിൽ ഉപയോഗിക്കാം, റിലയൻസ് ഫ്രഷിൽ ഉപയോഗിക്കാം. ഓൺലൈൻ ഫീച്ചറിലായിട്ട് നമുക്ക് ലെൻസ് കാർട്ട്, മിന്ത്ര, ഗാന, ഊബറിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ബിൽ പേയ്മെൻറ്റ്സിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇലക്ട്രിസിറ്റി ബില്ല് അതൊന്നും പോയാണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള ഇൻബിൽഡ് കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇത് നമുക്ക് EMI ഫീച്ചറൊക്കെ വരുന്നുണ്ട് ഇവിടെ. അത് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടില്ല, നമ്മളിപ്പോൾ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേര് വന്നത് PAYTM Postpaid ഡീലായിട്ട് എന്നാണ് കേട്ടോ. EMI ഫീച്ചറൊക്കെ വരും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ, വലിയ കറക്റ്റ് യൂസ് ചെയ്തും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ട് അവർ EMI ഓപ്ഷൻസ് വരുന്നതുകൊണ്ട്. ഞാൻ ആകെ ഒരു ആകെ 48 രൂപ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പോസ്റ്റ്പെയ്ഡ് നമുക്ക് ഈ ലിമിറ്റൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം കേട്ടോ. മൊബൈൽ റീചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബുക്കിങ്ങിന്, റെൻ്റ് ഓൺ, DTH, ബ്രോഡ്ബാൻഡ് ബില്ല് അടയ്ക്കാൻ, അതൊക്കെ എല്ലാത്തിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ സംഭവം കാണത്തില്ല, നമുക്ക് ഇതിലുള്ള എല്ലാ സാധനവും അതിൽ ഉപയോഗിക്കാൻ പറ്റും. LIC ഇൻഷുറൻസ് അടയ്ക്കാം, ഫീസ് അടയ്ക്കാം, എല്ലാം എന്തിനാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്കിപ്പോൾ എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്കൊരു 20 days 15 days കഴിഞ്ഞിട്ട് ബില്ല് അടച്ചാൽ മതി. അങ്ങനെ ഒരു പേ ലേറ്റർ എന്ന ഓപ്ഷനാണ്, അതന്നെ സെയിം തന്നെ നമ്മുടെ PAYTM അത് ഓഫർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം പേ ലേറ്റർ തന്നെ. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാനും യൂസ് ചെയ്യണമെന്ന് മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, അടുത്ത വീഡിയോ കാണാം.